ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന AMCS FNCKയുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സൈറ്റിൽ കയറി നോക്കുക. നിങ്ങൾക്കൊരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് റിവൈസ്ഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ റിവൈസ്ഡ് റാങ്ക് ലിസ്റ്റ് ആണ് മെയിൻ റാങ്ക് ലിസ്റ്റ്. പല കുട്ടികളും അത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളിത് എടുത്തു പറയുന്നത്. പല കുട്ടികളും സൈറ്റിൽ കയറി നോക്കിയിട്ട് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് മാത്രമേ കാണുന്നുള്ളൂ, അങ്ങനെ മെയിൻ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് റിവൈസ്ഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് മെയിൻ റാങ്ക് ലിസ്റ്റ്. അതായത് നിങ്ങൾ ഓൾറെഡി പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ കറക്ഷൻ കൊടുത്തിരുന്നു. കറക്ഷൻ അനുസരിച്ച് വന്നിട്ടുള്ളതാണ് ഈ റിവൈസ്ഡ് റാങ്ക് ലിസ്റ്റ് ആസ് ഓൺ 3/9/2025 എന്ന് കൊടുത്തിരിക്കുന്നത്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത്, ഓൾറെഡി എല്ലാവർക്കും ലോഗിൻ ചെയ്യാൻ അറിയാം. ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ റാങ്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏതെങ്കിലും കുട്ടികൾക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും മെയിൻ റാങ്ക് ലിസ്റ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന് പറയുക. നമുക്ക് 3 രീതിയിലാണ് വരുന്നത്: ഓപ്പൺ മെറിറ്റ്, ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ റിലീജിയസ് നൺസ്. മുന്നേ ഉള്ള പ്രിവൈസ്ഡ് റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവൈസ്ഡ് എന്ന് കാണാൻ സാധിക്കില്ല. റിവൈസ്ഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി കൊടുത്ത കറക്ഷൻ ഒക്കെ നോക്കിയതിന് ശേഷം വന്നിട്ടുള്ളതാണ്. ഇതിൽ ആരെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കറക്ഷൻ കൊടുത്ത കുട്ടികൾ എല്ലാവരും അവരവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണോ, അക്സെപ്റ്റഡ് ആണോ, പെൻഡിങ് ആണോ എന്ന് ശ്രദ്ധിക്കുക. ഇനി അക്സെപ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ടാണ്. സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് റിജക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയി, അതോടൊപ്പം ഇനി AMCS FNCKയിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയി എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നെക്സ്റ്റ് എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ AMCS FNCKയിൽ ആർക്കൊക്കെയാണ് കിട്ടാനുള്ള ചാൻസ് എന്നുള്ള രീതിയിൽ പ്രഡിക്ഷൻ വീഡിയോ നമ്മൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വീഡിയോയുടെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി ചെന്ന് കണ്ടു നോക്കിയതിന് ശേഷം വേണം AMCS FNCKയ്ക്ക് അപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികൾ വെയിറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ഓൾറെഡി LBSലെ പോലെ തന്നെ BSc നഴ്സിംഗിന് ഒരുപാട് സീറ്റുകൾ AMCS FNCKയിൽ ഇല്ല. അപ്പോൾ എത്രത്തോളം സീറ്റുകളാണുള്ളത്, ആർക്കൊക്കെയാണ് കിട്ടാനുള്ള ചാൻസ് എന്നീ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ PNC MAC, AMCS FNCK, LBS, GNM അങ്ങനെ ഒരുപാട് അപ്ഡേറ്റ്സ് പറയുന്നത് കൊണ്ട് തന്നെ പലർക്കും ടൈം ടു ടൈം അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊരു പ്രശ്നം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ അപ്ഡേറ്റ്സിനുമായിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. AMCS FNCK അപ്ഡേറ്റ് 2025 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിനായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയതിന് ശേഷം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ എന്നതനുസരിച്ച് മുന്നോട്ട് പ്രൊസീജിയേഴ്സ് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും മെയിൻ റാങ്ക് ലിസ്റ്റും തമ്മിൽ എന്തെങ്കിലും റാങ്ക് ഡിഫറൻസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നോക്കുക. റിജക്റ്റഡ് ആണോ അക്സെപ്റ്റഡ് ആണോ എന്ന് നോക്കിയതിന് ശേഷം വേണം ഇതിൽ വെയിറ്റ് ചെയ്യാൻ. ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് സെപ്റ്റംബർ 8-ാം തീയതിയാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ അറിയുന്ന ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. പല കുട്ടികളും അപ്ഡേറ്റ്സ് കറക്റ്റ് ടൈമിന് അറിയാത്തത് കാരണം അലോട്ട്മെന്റ് കിട്ടിയിട്ടും ടോക്കൺ ഫീ അടച്ച് സെക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അറിയുന്ന ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൽ ആപ്ലിക്കേഷൻ നമ്പറും ബോർഡും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് AMCS FNCKയിൽ അറിയാൻ പറ്റും. അതിനുശേഷമാണ് അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അതുവരെയും ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.